ഹായ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് അബാൻഡൻ വില്ലേജ് എന്നാണ് ഈ വില്ലേജിനെ അറിയപ്പെടുന്നത്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വില്ലേജിനെ അറിയപ്പെടാൻ പോകുന്നത്. പണ്ട് കാലത്ത് ഖത്തറികൾ കൂട്ടമായിട്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലം. ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഇന്ന് അവർ അനുഭവിക്കുന്ന, അതായത് ഖത്തറിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏത് അറബ് രാജ്യത്തുള്ള ആളുകളും ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും ഈ വില്ലേജിൽ എങ്ങനെയായിരുന്നു എന്നും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. എങ്ങനെയാണ് അവരിവിടെയൊക്കെ ജീവിച്ചിരുന്നത് എന്ന്. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും എന്താ പറയുക ബുദ്ധിമുട്ട് ഉള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവർ പെട്ടെന്ന് ഒരു ഗ്യാസായിട്ടോ അല്ലെങ്കിൽ പെട്രോളിൻ്റെതൊക്കെ വരവ് കാരണം അവർ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ സാമ്രാജ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ട് ഇവിടം വരെ എത്തിച്ചത്. എന്തായാലും ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്ന്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്നുള്ളത്. ഒരുപക്ഷെ അവരുടെയൊക്കെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കബീർ കൂനത്ത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അൽ ഖുബൈസി എന്ന് പറയുന്ന ഒരു മുക്കുവ സമൂഹം അവർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇതാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവർ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാമം, ഇവർ പടുത്തുയർത്തിയ ഗ്രാമം വിട്ടുപോയത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഖത്തറിൻ്റെ ഈ ഒരു ഉയർച്ച, അപ്പോൾ അതായത് ഗ്യാസും ഓയിലും അതുകൊണ്ടൊക്കെ തന്നെ ഖത്തർ ഇന്നത്തെ ഖത്തറിലേക്ക് മാറിയതോ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഈ ഗ്രാമം വിട്ടുപോയത്. പക്ഷേ എന്തുകൊണ്ട് അവർ ഇവിടെ ഒരു പുതിയ ഒരു ഗ്രാമമൊന്നും പടുത്തുയർത്താതെ ഇവിടം വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറിപ്പോയി? അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കൂടിയും ഈ ചരിത്രാന്വേഷികൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ കിട്ടാനോ സാധ്യതയുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് പുറകെ പോകാനുള്ള ഒരു സ്ഥലം കൂടി ആയിരിക്കും ഒരു പക്ഷേ. ഇതുണ്ട് പഴയ ഒരു ഇടവഴി നമ്മളെ നാട്ടിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് വീട്ടിലേക്കൊക്കെ പോയിരുന്ന വഴിയൊക്കെ ഇതുപോലത്തെ ആയിരുന്നു. ഞങ്ങളതിനെ വിളിച്ചിരുന്ന കുണ്ടനിടായി എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീട്ടിലേക്ക് പോയിരുന്ന അവിടെ ഇത്രയില്ല, ഇതിനേക്കാൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇടവഴിയിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ കുറച്ചും കൂടെ ഒരു നമ്മുടെ നാട്ടിലൊരു ഓട്ടോറിക്ഷ ഒക്കെ പോകാൻ പാകത്തിന് ഉണ്ടാക്കിയ പോലത്തെ ഒരു ഇടവഴിയാണെന്നുള്ളത്. ഇത് ഏത് നൂറ്റാണ്ടിലാന്ന് നോക്കണം, 19-ാം നൂറ്റാണ്ടിലത്തെ സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവരുടെ ഈ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് ചെയ്തിരുന്നത് അതേപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ കൂട്ടി കുഴച്ചിട്ട് താഴൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ അതേപോലെ പരമ്പൊക്കെ വെച്ച്. പരമ്പ് പിന്നെ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ കൂടെ ഒക്കെ പുരോഗമിച്ചപ്പോൾ ഈ പലക വയ്ക്കൽ തുടങ്ങി പരമ്പിന് പകരം. നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ സെയിം സംഭവങ്ങൾ തന്നെ, വേറെ പ്രത്യേകിച്ച് ഇവരൊന്നും അങ്ങനെ കണ്ടെത്തിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലും ഒക്കെ ഈ മതിലിൻ്റെ ഒക്കെ നമ്മളെ നാട്ടിലത്തെ ആ ഒരു സ്റ്റൈൽ തന്നെ, കല്ലും മണ്ണും കൂട്ടിക്കുഴച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുത്ത് കാണിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും, പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ ഒരു അത്ഭുതം തോന്നിയ ഭയങ്കര വീതി അവരെ മതിൽ. നമ്മുടെ നാട്ടിൽ 2-3 മതിലിൻ്റെ വീതി ഇവരുടെ ഒരു മതിലിനുണ്ട്. അതൊരു പക്ഷേ ഈ ചൂടിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും ചിലപ്പോൾ ഇവർ. അല്ലാതെ കുറേ കല്ല് സുലഭമായി ലഭിക്കുന്നത് കൊണ്ടോ മണ്ണ് കിട്ടുന്നതൊന്നും നമുക്ക് കുറേ വീതിയിലാണ് ഉണ്ടാക്കി കളയാം എന്നുള്ളതായിക്കൊള്ളണമെന്നില്ല. ഇതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ടാവില്ല, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വീതിയെന്ന്.
കാരണം ഈ പകൽ സമയങ്ങളിലെ ചൂട് രാത്രി ആവുന്നതിന് മുമ്പ് അകത്തേക്ക് എത്തില്ലല്ലോ ഇത്ര വീതിനെ. അപ്പോൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നുള്ളതുകൊണ്ടായിരിക്കും ഇത്ര വീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ ഇത്രയും കല്ലുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീട് തന്നെ ഉണ്ടാക്കാം. കാരണം അത്രത്തോളം കല്ലുകൾ വെച്ചിട്ടാണ് ഒരു മതിൽ വരെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ദോഹയിലൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതമായിരിക്കുമല്ലോ, നമുക്കൊന്നിനും സമയമില്ല, ജോലി തിരക്ക് വേറെ, മറ്റുള്ള ഓരോ ടെൻഷൻ, അതൊക്കെ മാറിയിട്ടൊരു ദൂരയാത്ര ചെയ്തിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അന്ന് അങ്ങനത്തെ ഒരു സമാധാനപ്രിയരായിരിക്കും ചിലപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കടലിൻ്റെ കരയിൽ, പിന്നെ അത് മാത്രമല്ല കേട്ടോ, അവരുടെ ജീവിത വരുമാനം ഇതായിരുന്നല്ലോ, മീൻപിടുത്തം, കടലിൽ പോയിട്ട് മുത്ത്, പവിഴം ഇതൊക്കെ ശേഖരിച്ച് കൊണ്ടുവരിക, എന്നിട്ട് വിൽക്കുക. അതാണല്ലോ അവരുടെ ഒരു ജീവിത മാർഗം കൂടി. ഖത്തറിൻ്റെ ഒരു കുലത്തൊഴിൽ എന്നൊക്കെ പറയാനോ വിശേഷിപ്പിക്കാനും കഴിയുന്നത് അതാണ്. അപ്പോൾ അതും കൂടിയാണ് ഒരു മെയിൻ പർപ്പസ്. പിന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം, സമാധാനത്തോടു കൂടി ജീവിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇവിടെ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇവിടെ വന്നിട്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്തൊരു സുഖം എന്നറിയോ. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഈ സ്ഥലം നിർബന്ധമായിട്ട് വരണം കേട്ടോ. ഒരു സ്ട്രോങ്ലി റെക്കമെൻഡഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഒരു സ്ഥലത്തിനുള്ള എൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് ഈ ഒരു ഡോർ തുറന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പിന്നെ ഒരു വീട് വെച്ചൊരടയാളം കാണുന്നില്ല. ഇതിങ്ങനെ ഒരു റൗണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊരു പക്ഷേ ഇവർ തുറന്ന മാർക്കറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം അവിടെ ഒരു വഴി കാണുന്നുണ്ട് ഈ ഭാഗത്തെ. അപ്പോൾ ഈ വഴിയിൽ നിന്നാവും ചിലപ്പോൾ മീൻ പിടിച്ച് അവർ കയറി വന്നിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ടായിരിക്കണം ചിലപ്പോൾ അവരെ കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. ഊഹം മാത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വീട് നോക്കിയാൽ ഇവിടെ ഒരു വീടുണ്ടായിരിക്കണം. പിന്നെ അത് കണ്ടോ, അവിടെ ഒരു വീട്. ഈ രണ്ട് വീടിനും കൂടെ ഒരൊറ്റ കോമ്പൗണ്ടാണ് കണ്ടോ, ഒരു മതിൽ കെട്ടി. പിന്നെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഗേറ്റ് ആവാം, കാരണം ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതൊരു ഗേറ്റ് ആയിരിക്കും. ഈ ഗേറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു കുടുംബത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ഇതൊരു വീട്, പിന്നെ ഇതൊരു വീട്. ഈ വീടൊക്കെ ഇപ്പോഴും പൊളിഞ്ഞ് പോവാതെ കുറേ വീടുകൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇനി ഇതിലും കൂടുതൽ പൊളിയാതെ ഇവിടെ സംരക്ഷിക്കണം അതൊക്കെ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു പഴയ ഒരു 19-ാം നൂറ്റാണ്ടിനെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു സംഭവം അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പം സമയം രാത്രിയാണ് കേട്ടോ. ഗോസ്റ്റുകളെ തേടി ഇറങ്ങിയൊക്കെയാണ്. എവിടെയെങ്കിലും ഗോസ്റ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പുറകിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഗോസ്റ്റ് ഒന്നുമില്ല. ഇതിനകത്ത് കയറി നോക്കി. ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കഴിയാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെ എന്തായാലും ഗോസ്റ്റ് ഒന്നുമില്ല. ബിലാൽ
ബിലാലിൻ്റെ ടോർച്ചടി അവിടെ എവിടെയോ കാണുന്നുണ്ട്. ഞാൻ ഒറ്റ കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ എവിടെയെങ്കിലും കുളിച്ച് നിന്നിട്ട് ചാടാത്ത പരിപാടിയായിരിക്കും. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ചെറിയ പള്ളിയാണ് കേട്ടോ. ഒരു പക്ഷേ ഖത്തറിൻ്റെ ചരിത്രത്തിലെ ആദ്യ പള്ളികളിൽ ഒന്നായിരിക്കും ഇത്. പകൽ വെളിച്ചത്തിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കാണാം. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു രാത്രിക്കൊക്കെ വെച്ചതാണ്. എന്താ ഇത് ഈ പള്ളിയുടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് അകത്തപ്പള്ളി എന്ന് പറയും. അകത്തപ്പള്ളി ആയിരിക്കും ഇതൊക്കെ ഈ കാണുന്നത്. ഇത് മിമ്പറായിരിക്കും, അന്ന് ജുമാക്ക് ഖുതുബ ഒക്കെ ഓതിയിരുന്ന ഒരു സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഖത്തീബ് ഇതാ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ടായിരിക്കണം അന്ന് ഖുതുബ ഓതിയിട്ടുണ്ടാവാം. ആളുകൾ വളരെ ഭക്തിയോട് കൂടിയിട്ടത് ശ്രദ്ധിച്ചിരുന്ന സ്ഥലമായിരിക്കും ഇതൊക്കെ. പണ്ടത്തെ ഖത്തറികൾ ലൈഫാണ് അവിടെ. ഇന്നും ഈ ചുമരുകൾക്കൊക്കെ ആ ഒരു എന്താ പറയുക, സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചുമരുകളുടെ ഒക്കെ ചെവിടിനുള്ളിൽ ഇന്നും ഒരു പക്ഷേ ആ ഒരു പഴയ ബാങ്ക് വിളിയും ആ ഖുതുബയും ആ കിറായത്തും ഒക്കെ മുഴങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത് ചെറിയൊരു ഹാള്, അതിന് ശേഷമുള്ള ഇതതിന് പുറത്തുള്ളൊരു ഭാഗം. ഒരു പക്ഷേ ഇതാ കണ്ടോ, ഈ റൂഫ് ഇത്രേ ഉണ്ടാവാൻ വഴിയുള്ളൂ, ഒന്ന് ഇതിന് പുറത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു കൂട്ടം മുക്കുവർ താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്രത്തോളം അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പള്ളിയിൽ ഒതുങ്ങുന്ന ആളുകളെ ഉണ്ടായിരിക്കാൻ വഴിയുള്ളൂ. ഇതാണ് ഈ പള്ളിയുടെ ഒരു മിനാരം. ഓക്കെ, ഈ മിനാരത്തിനകത്തേക്ക് ഞാനൊന്ന് കയറാൻ പോവാണ്. ഇതൊക്കെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഈ സ്റ്റെപ്പിനകത്ത് കൂടെ ഒരാൾക്ക് ഞെരുങ്ങി പിടിച്ച് കയറാം ഇവിടെ. എൻ്റെ അമ്മോ, കാണുമ്പോൾ തന്നെ പേടിയാവുണ്ട് ആൾക്ക്. ഒരു പക്ഷേ അന്നത്തെ ആളുകൾ ഇന്നത്തെ ഇപ്പോൾ ഈ ഖത്തറികളൊക്കെ ഉള്ള അത്ര ഒന്നും തടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇവിടെ ഏതൊക്കെ ചില സാമൂഹ്യ ദ്രോഹികൾ വന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് സിഗരറ്റിൻ്റെ കുറ്റിയൊക്കെ ഇട്ട് കാണുന്നുണ്ട്. ചില തെണ്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അമ്മോ, ഇടുങ്ങി പിടിച്ചിട്ട് വേണം ഇവിടെ കയറണമെങ്കിൽ കേട്ടോ. എൻ്റെ മോനെ, ഈ പല്ലികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവരൊക്കെ നോട്ടം കാണുമ്പോൾ ആകെ പേടിയാവുന്ന ആൾക്ക്. ഓ, പണ്ട് കാലത്ത് നമ്മളെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ച ആ സ്ഥലങ്ങളൊക്കെ പോലെ ഉണ്ടത്. കണ്ടമാനം പല്ലികൾ ഇതിനകത്ത് കേട്ടോ. ഒക്കെ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചിട്ടോ അതല്ല എന്നെ കൂട്ടത്തോട് ആക്രമിക്കാനാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ തിരിച്ചു പോട്ടെ. നോക്കി, എൻ്റെ 2 കാല് വെച്ച് കഴിഞ്ഞാൽ അത്രേ വഴിയുള്ളൂ. ഇതിനകത്ത് കൂടെ മുകളിലോട്ടും താഴോട്ടും ഇതുവരെ ഗോസ്റ്റൊന്നും ആക്രമിച്ചിട്ടില്ല. What happened? Huh? What? Oh my god, I saw the snake. Oh my god. Billal വിചാരിച്ചത് പാമ്പാണ്. ശരിക്കും ഇവിടെ രാത്രി ഒരാളുമില്ല. ഒരാളും ഇല്ല എന്നുണ്ടെങ്കിലല്ലോ ശരിക്കും നല്ല പേടിയാവും കേട്ടോ. എത്ര ധൈര്യമുള്ള ആൾ വന്നിട്ടും കാര്യമില്ല. ഇവിടെ രാത്രി ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ആകെ നമുക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുക, പിന്നെ ആ കടലിൻ്റെ തിര ഈ വൈകിട്ടാകുമ്പോൾ കുറച്ച് ശക്തിയായിട്ട് അടിക്കുമല്ലോ, അതും കേൾക്കുക. വേറൊരു സംഭവം ഇവിടെ ഉണ്ടാവില്ല. ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു അറബി വന്നാൽ അത് കണ്ട് കഴിഞ്ഞാൽ അവന് വട്ടാവും. അമ്മാരി പേടിക്കുക. കാരണം ഇത് പൊതുവേ ഇതിന് ഗോസ്റ്റ് ഹൗസ് എന്നുള്ള ഒരു പേരുമുണ്ട്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ട എന്തപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു മൂർധന്യാവസ്ഥയിലൊക്കെ നിൽക്കുക എന്ന് പറയില്ലേ. ഈ ബിൽഡിങ്ങിൻ്റെ രൂപങ്ങൾ കണ്ട് അതിനെ പേടി. വലിയൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഞങ്ങൾ ബാർബിക്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ വന്നതാണ്. പക്ഷേ
ഫ്രൈ പാൻ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ തൽക്കാലം ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മടങ്ങുകയാണ്. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു സൂപ്പർ ചായ ഉണ്ടാക്കിയിട്ട് പോട്ടെ. അബാൻഡൻ വില്ലേജ് എന്നറിയപ്പെടുന്ന, ഗോസ്റ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന, ഫിഷർമാൻ വില്ലേജ് എന്നറിയപ്പെടുന്ന അൽ ജുമൈൽ ഫിഷർമാൻ വില്ലേജിൽ നിന്ന് വിട പറയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ പറഞ്ഞതല്ല, അറിയാണ്ട് മാറിപ്പോയതാണ്. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ഡിസ്ലൈക്കും എന്തോ കാരണം ഈ വീഡിയോക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും ആ കുറവ് അടുത്ത വീഡിയോയിലെങ്കിലും പരിഹരിക്കണം എന്നൊരു തോന്നൽ എനിക്കെന്നല്ല ഏതൊരു യൂട്യൂബേഴ്സിനും. ഒരു ഡിസ്ലൈക്ക് ആണെങ്കിൽ 1000 ലൈക്കിനിടയിൽ ഒരു ഡിസ്ലൈക്ക് വന്നാൽ അതൊരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. അതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു പ്രോത്സാഹനമാണ്. പിന്നെ വീഡിയോ തുടർന്ന് അങ്ങോട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. വേറെന്താണ്, ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ഞാൻ കബീർ.